പാലക്കാട് ജില്ലയിലെ തരൂർ മണ്ഡലത്തിൽ വികസനവും വികസന പ്രശ്നങ്ങളുമാണ് പ്രധാന ചർച്ച. സിറ്റിംഗ് എംഎൽഎ പി സുമോദാണ് LDF സ്ഥാനാർത്ഥി. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയായി വിരമിച്ച KC സുബ്രഹ്മണ്യനാണ് UDF സ്ഥാനാർത്ഥി. തരൂർ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം നടന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വിജയം LDFനാണ്. ഗ്രാമീണ ജനതയുടെ അടിസ്ഥാന വികസനം, കൃഷി, കുടിവെള്ളം തുടങ്ങിയ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വികസന മാനിഫെസ്റ്റോ പുറത്തിറക്കിയിരിക്കെയാണ് UDF സ്ഥാനാർത്ഥി KC സുബ്രഹ്മണ്യൻ. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായും ഉന്നത ഉദ്യോഗസ്ഥനായും പ്രവൃത്തി പരിചയമുള്ള തനിക്ക് തരൂരിന്റെ വികസനത്തിൽ വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയുമെന്ന് KC സുബ്രഹ്മണ്യൻ പറയുന്നു. ഈ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ബ്ലോക്കുകളിലും വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചൊരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് അതൊരു വിഷയമല്ല. വികസനം ഏത് രീതിയിൽ നടപ്പിലാക്കണമെന്ന കാര്യത്തിൽ ശരിയായൊരു ധാരണയോടുകൂടി തന്നെയാണ് നമ്മൾ ഇലക്ഷനും മത്സരിക്കുന്നത്. 10 വർഷം AK ബാലനും 5 വർഷം നിലവിലെ സ്ഥാനാർത്ഥിയായ PP സുമോദും മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസനമാണ് ഇടതുപക്ഷത്തിന്റെ പ്രചാരണായുധം. ഉണ്ടായിരുന്ന 24,000 എന്ന ഭൂരിപക്ഷം മറികടക്കുന്ന രൂപത്തിലേക്കുള്ള വലിയ റിസൾട്ടും മുന്നേറ്റവും ഉണ്ട്. 1630 കോടി രൂപയുടെ വലിയ വികസന പദ്ധതികൾ ഈ മണ്ഡലത്തിൽ വന്നു. അതിൽ വ്യവസായ പാർക്ക് മുതൽ പുളിനെല്ലി പാലം വരെയുള്ള പദ്ധതികൾ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളാണ്. മണ്ഡലത്തിന്റെ ഇടത് സ്വഭാവത്തിലാണ് LDFന്റെ പ്രതീക്ഷ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് പരാജയപ്പെട്ടെങ്കിലും തരൂർ മണ്ഡലത്തിൽ 5192 വോട്ടിന് ലീഡ് ഉണ്ടായിരുന്നത് UDFന് പ്രതീക്ഷ നൽകുന്നു. M സുരേഷ് ബാബുവാണ് BJP സ്ഥാനാർത്ഥി. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.